ഇതാണ് കാറ്റിയൻ്റെ ഒരു ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോൾവെക്സിലൊക്കെ ചെയ്യുന്ന തന്നെ ഒരു സ്കെച്ചറാണ് ചെയ്യുക നമ്മൾ. അപ്പോൾ ഇതിനകത്ത് സ്കെച്ചർ എന്ന് പറയുന്ന മൊഡ്യൂൾ ഉണ്ട് ആക്ച്വലി. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് 3D മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3D മോഡലിൻ്റെ ഉള്ളിൽ തന്നെ സ്കെച്ചറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, സ്റ്റാർട്ടിൽ പോവുക, മെക്കാനിക്കൽ ഡിസൈൻ എടുക്കുക. ഇതാണ് സ്കെച്ചർ, ഇതാണ് പാർട്ട് ഡിസൈൻ. സ്കെച്ചർ എന്ന് പറഞ്ഞാൽ 2D സ്കെച്ച് മാത്രം ഡെവലപ്പ് ചെയ്യുക. പാർട്ട് ഡിസൈനിൽ സ്കെച്ചറും പാർട്ടും എല്ലാം ചെയ്യാൻ പറ്റും, 3D മോഡലിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് എടുക്കേണ്ടത്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ. ഓക്കെ അല്ലേ? അത് നമ്മൾ അസംബ്ലി ആണ് ചെയ്യുന്നതെങ്കിൽ അസംബ്ലി ഡിസൈനിലേക്ക് മാറ്റും. ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡ്രാഫ്റ്റിങ്ങിലേക്ക് മാറ്റും. കണ്ടോ? അപ്പം ഇതാണ് 3D, ഇതാണ് അസംബ്ലി, ഇതാണ് ഡ്രോയിങ്, ഡ്രാഫ്റ്റിംഗ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സ്റ്റാർട്ടിൽ പോവുക, മെക്കാനിക്കൽ ഡിസൈനിൽ വരിക, ദെൻ നമുക്ക് വേണ്ട വർക്ക് ബെഞ്ച് ഏതാണോ ആ വർക്ക് ബെഞ്ച് ചൂസ് ചെയ്യുക. പാർട്ട് ഡിസൈൻ, അസംബ്ലി ഡിസൈൻ, ഡ്രാഫ്റ്റിംഗ്. അപ്പോൾ ഞാനിതിൽ ഡയറക്റ്റ് എടുക്കാൻ പോകുന്ന പാർട്ട് ഡിസൈൻ ആണ്. അപ്പോൾ പാർട്ട് ഡിസൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ലോഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ ഇത് ടോട്ടലി ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരിക. അപ്പം നമുക്ക് വേണ്ട ആദ്യം നമുക്കൊരു സ്കെച്ച് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കെച്ചറിലേക്കാണ് ഇതൊക്കെ പാർട്ട് മോഡലിൻ്റെ ഓപ്ഷൻസ് ആയി കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ടൂൾ ബാറും കാര്യങ്ങളൊക്കെ. ഇതൊന്നും നിങ്ങളിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് ആദ്യം സ്കെച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മൾ മോഡൽ ട്രീ അല്ലെങ്കിൽ പാർട്ട് ട്രീ എന്ന് പറയും. ഈ XY പ്ലെയിന്, YZ പ്ലെയിന്, ZX പ്ലെയിൻ, ഇതൊക്കെ ഓരോ വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്നൊക്കെ പറയുന്ന ഓരോ പ്ലെയിനും ഓരോ വ്യൂസ് ആണ്. ഈ കാണുന്നത് നമ്മൾ കോമ്പസ് എന്ന് പറയും. നിങ്ങൾ വേണമെങ്കിൽ ചെറിയൊരു ലെക്ചർ നോട്ട് ഉണ്ടാക്കി വെച്ചോട്ടോ, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ കോമ്പസ് എന്ന് പറയും. ഈ കാണുന്നത് നമ്മൾ കോമൺലി മോഡൽ ട്രീ അല്ലെങ്കിൽ ഫീച്ചർ മാനേജർ ഡിസൈൻ ട്രീ എന്നൊക്കെ പറയും. ഡിസൈൻ ട്രീ എന്ന് പറയും, മോഡൽ ട്രീ എന്ന് പറയും, പാർട്ട് ട്രീ എന്നൊക്കെ പറയും കോമൺലി കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്കെച്ച് വരയ്ക്കാനുള്ള മെത്തേഡ് കാണിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പ്ലെയിനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് മുൻപ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ XY പ്ലെയിന്, YZ, ഇതിലേതെങ്കിലും ഒരു പ്ലെയിൻ. ഞാനിപ്പോൾ എടുക്കുന്നത് XY പ്ലെയിനാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ സെലക്ഷൻ, ഒരു ഓറഞ്ച് കളറിലുള്ള സെലക്ഷൻ വന്നിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. കണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, സ്കെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് കൊടുത്തതിന് സ്കെച്ചറിൻ്റെ വർക്ക് ബെഞ്ചിലേക്ക് ഇത് മാറും. അപ്പോൾ പാർട്ടിൽ നിന്ന് ഡയറക്റ്റ് സ്കെച്ചിലേക്ക് വന്ന് ഇനി നമുക്ക് വേണ്ട ടൂൾ ബാറുകളൊക്കെ ഒന്ന് ലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ നോട്ട് എടുത്തിട്ട് എഴുതുക ഇമ്പോർട്ടൻറ്റ് ടൂൾ ബാർസ്. നമുക്ക് സ്കെച്ച് വരയ്ക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടൂൾ ബാർസ്. അതിൽ ഒന്നാമത്തതാണ് പ്രൊഫൈൽ. ഇത് എഴുതി വെക്കണം കേട്ടോ. സോൾവെക്സ് പോലെയല്ല, ഇതിലത് കുറച്ച് ടൂൾ ബാറിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ടൂൾ ബാറുകൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് അറിയണം. ഓക്കെ, നോട്ട് ചെയ്യണം 1 by 1 ആയിട്ട്, അല്ലാണ്ട് ഇത് പഠിക്കാൻ പറ്റില്ല. സോൾവെക്സ് പഠിക്കുന്ന മെത്തേഡ് അല്ല, കുറച്ച് വൈഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ അത് കറക്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. നോട്ട് ചെയ്ത് വെക്കുക. പ്രൊഫൈൽ. രണ്ടാമത്തത് വേണ്ടത് ഓപ്പറേഷൻ. മൂന്നാമത്തെ വേണ്ട കൺസ്ട്രെയിൻ. ഓക്കെ അല്ലേ? ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വരയ്ക്കാൻ ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ വരിക. ഡ്രോ എന്ന് പറഞ്ഞ ടൂൾ ബാറിൽ ഓട്ടോക്കാഡിൽ അതേപോലെ തന്നെ വരയ്ക്കാനുള്ള കാര്യങ്ങൾ മൊത്തം പ്രൊഫൈലിലാണ് വരിക. ഈ വരച്ച ഡിസൈനെ മോഡിഫൈ ചെയ്യാനുള്ള ഏരിയ ആണ് ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ കട്ട് ചെയ്യുക, ട്രിം ചെയ്യുക, മിറർ ചെയ്യുക, അങ്ങനത്തെ കുറേ ഓപ്പറേഷൻസും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ അതിനെ കൺസ്ട്രെയിൻ ചെയ്യുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറസ്റ്റ് ചെയ്യുക, അളവുകൾ മെഷർമെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്ന ഏരിയയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ ടൂൾ ബാർ. ഇത് മൂന്നും ഇമ്പോർട്ടൻറ്റ് ടൂൾ ബാറാണ് KTL. ഇനി സപ്പോർട്ടിങ്ങിൻ്റെ ടൂൾ ബാർ പറഞ്ഞുതരാം. ഒന്ന് ഇവിടെ നോക്കുക, സ്കെച്ച് ടൂൾസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണേ. സ്കെച്ച് ടൂൾസ്. അടുത്ത് ഗ്രാഫിക് പ്രോപ്പർട്ടീസ്. ഇത് എവിടെയും കണ്ടിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ടൂൾ ബാറുകൾ. ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട ഗ്രാഫിക് പ്രോപ്പർട്ടീസ്, ഇത് ഓഫ് ചെയ്താൽ ഉണ്ടാവില്ല. റൈറ്റ് ക്ലിക്ക്, ഗ്രാഫിക്. കണ്ടോ? ഗ്രാഫിക് പ്രോപ്പർട്ടീസ്. ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? റൈറ്റ് ക്ലിക്ക് എവിടെയാണ് ചെയ്യേണ്ടത്? ഇവിടെ എവിടെയെങ്കിലും ഫ്രീ സ്പേസ് ഇല്ല ഇവിടെ കാണുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഫ്രീ സ്പേസ് എന്റെ സോഫ്റ്റ്വെയറിൽ വരുന്നില്ലല്ലോ. എന്താ കാണിക്കുന്നതില്? എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ഈ സൈഡിലോ എവിടെയെങ്കിലും കോർണറിലോ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതെന്തായാലും ഉണ്ടാവുമല്ലോ. ഓ, അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാ വന്ന്. ടൂൾ ബാറാ? ആ, അതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഈ സൈഡിൽ വരുന്ന സംഭവം ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കുക ചെയ്യുക. ഈ സൈഡിലോട്ട് കോർണറിലല്ലേ ഉണ്ടാവുക.
അല്ല, മേലുള്ള ടൂർ ബാർ സൈഡിലായിട്ട് ആ ആ, ഫ്രീ സ്പേസ് ഒക്കെ സൈഡിലായിട്ടാ വന്നത് അതിന്റെ. അത് കുഴപ്പമില്ല, അതെടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി, കാരണം അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ ഓക്കെ. ആ സൈഡിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സൗകര്യത്തിന് നമുക്ക് ടൂൾ ബാർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് ഗ്രാഫിക് പ്രോപ്പർട്ടീസ് അവിടെ അറേഞ്ച് ചെയ്തു. രണ്ടാമത്തത് സ്കെച്ച് ടൂൾസ് അതിൻ്റെ എടുത്ത് വെച്ചു, സ്കെച്ച് ടൂൾസ്. അതിനുശേഷം പ്രൊഫൈല്. ഇതിന് ഓർഡറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ, പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത്. സ്കെച്ച് ടൂൾസ്, പ്രൊഫൈല്, ഓപ്പറേഷൻസ്, കൺസ്ട്രെയിൻ, ഇതൊരു ഏരിയയിൽ വെക്കുക. ഓക്കെ. ഇനി അടുത്ത് സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ, യൂസർ സെലക്ഷൻ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട്. ഇത് അവിടെ കിടന്നോട്ടെ, ആവശ്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. യൂസർ സെലക്ഷൻ ഫിൽട്ടർ. ഓക്കെ. അതേപോലെ തന്നെ എക്സിറ്റ് വർക്ക് ബെഞ്ച് കൊടുക്കാനുള്ള ഒരു വർക്ക് ബെഞ്ചിൻ്റെ ടൂളുണ്ട്, വർക്ക് ബെഞ്ച്. ഇവിടെ നമ്മൾ സ്കെച്ച് ഔട്ട് ചെയ്യുക, എക്സിറ്റ് വർക്ക് ബെഞ്ച് ക്ലിക്ക് ചെയ്യുക, 2D നിന്ന് 3D കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഈ വർക്ക് ബെഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് എക്സിറ്റ് വർക്ക് ബെഞ്ച്. ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ 2D നിന്ന് 3D ഔട്ട് ആവുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും കോർണറിൽ പ്ലേസ് ചെയ്താലും മതി. നമുക്ക് ഈ ഐക്കൺ കണ്ടാൽ മനസ്സിലാവണം. എക്സിറ്റ് വർക്ക് ബെഞ്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇപ്പം ഏകദേശം മുകളിലത്തെ സൈഡ് ഏകദേശം ഞാൻ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ എക്സിറ്റ് വർക്ക് ബെഞ്ചിന്റെ മുന്നേ പറഞ്ഞത് ഏതായിരുന്നു? യൂസർ സെലക്ഷൻ ഫിൽട്ടർ, ഇതാണ് സംഭവം. ഇത് ഓക്കെ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഓപ്ഷൻ ഒന്നല്ല കേട്ടോ, ജസ്റ്റ് സെലക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞു തരുന്നില്ല, ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചാൽ മതി, യൂസർ സെലക്ഷൻ ഫിൽട്ടർ. അത് ഇവിടെ നിന്നോട്ടെ. ഓക്കെ അല്ലേ? ഇത്രയും ടൂൾ ബാർ ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം, ഗ്രാഫിക് പ്രോപ്പർട്ടീസ്, സ്കെച്ച് ടൂൾസ്, പ്രൊഫൈല്, ഓപ്പറേഷൻസ്, കൺസ്ട്രെയിൻസ്. അതിനുശേഷം യൂസർ സെലക്ഷൻ ഫിൽറ്ററും വർക്ക് ബെഞ്ചുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ടൂൾ ബാർ നെയിം? ഈ ടൂൾ ബാർക്ക് അതിൽ ലോഡ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി, വേറെ ഒന്നുമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്ത ലിസ്റ്റ് കാണിക്കും, ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ. ഇത് നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലോഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം താഴെ വരിക. താഴെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ സ്റ്റാൻഡേർഡ്. നമ്മൾ ഫയൽ സേവ് ചെയ്യാനും സേവ് ആസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും അങ്ങനത്തെ കാര്യം, ന്യൂ ഫയൽ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വേണം. രണ്ടാമത്തെ ഈ ഒരു ഏരിയയിൽ നോളജ് ടൂൾ ബാർ ഉണ്ട്. അതിൽ നമുക്ക് ഇതൊക്കെ ആവശ്യം വരുള്ളൂ, എല്ലാ ടൂൾസും ഒന്നും ആവശ്യമില്ല, കുറച്ച് ടൂൾസൊക്കെ അതിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് നോളജ് ടൂൾ ബാർ ഒന്ന് എടുത്ത് വെക്കുക. ഇതൊക്കെ ഡീഫോൾട്ട് ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ മാത്രം ലോഡ് ചെയ്താൽ മതി. അതിനുശേഷം വ്യൂ ടൂൾ ബാർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതാണ്, ടൂൾസ്. മെഷർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ബാറും കൂടി ഉണ്ട്. അത് ആക്ച്വലി 3D മെഷറാണ്, 2Dയിൽ ആവശ്യമില്ല. അവിടെ കിടന്നോട്ടെ, പക്ഷേ 2Dയിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ മെയിനായിട്ട്. അപ്പോൾ ടൂൾസ് വന്നു. ദെൻ ഈ ഒരു ടൂൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്, സ്റ്റാൻഡേർഡ്, നോളജ്, വ്യൂ, ടൂൾസ്, വിഷ്വലൈസേഷൻ, ഇത്രയും ടൂൾ ബാർ. ഓക്കെ ആണോ? കേക്കയില് നിങ്ങൾ ഫ്യൂച്ചറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വന്ന ടൂൾ ബാർ ആട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാ കാറ്റഗറിയിലും ഒരുപാട് ടൂൾ ബാർ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, പഠിച്ചാലും തീരാത്തത്ര ടൂൾ ബാർ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ബാറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ടൂൾ ബാർ നെയിം ഒക്കെ ലോഡ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ഞാൻ ഇവിടെ വെച്ചു, അതിനടുത്ത് നോളജ് വെച്ചു, ഡ്രാഗ് ചെയ്തും കൂടെ വെച്ചാൽ മതി, പ്രസ് ചെയ്ത് ഇങ്ങനെ നീക്കി വെച്ചാൽ കേട്ടോ. ടൂൾസ് വെച്ചു, വിഷ്വലൈസേഷനും വെച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇത് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, സ്കെച്ച് പാർട്ടിലേക്ക് പോകും. കേട്ടോ, ഇതൊക്കെ പാർട്ടിന്റെ ടൂൾ ബാർ ഈ കാണുന്നൊക്കെ. അപ്പോൾ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞാൻ അത് പറയുള്ളൂ കേട്ടോ. ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിൽ വന്നു, മെക്കാനിക്കൽ ഡിസൈൻ എടുത്തു, നേരെ പാർട്ട് ഡിസൈൻ. ദെൻ നമ്മളൊരു പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടൂൾ ബാറൊക്കെ ലോഡ് ചെയ്തു. ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്ത ആ ഓർഡറിലല്ലോ ടൂൾ ബാറൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ക്ലിയർ അല്ലേ? ഇനി സ്കെച്ചിൽ വന്നാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ. കാറ്റയിൽ ഈ സ്കെച്ച് ടൂളിൽ നോക്കുക, ഇതിൽ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ ഗ്രിഡ്, സ്നാപ്പ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനാണ്. ഇതിന് ഗ്രിഡ് ലൈൻസ് എന്ന് പറയാം. ഇതിന് സ്നാപ്പ് മോഡ് എന്ന് പറയും. ഓട്ടോക്കാഡൊക്കെ യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇത് ഗ്രിഡും സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രിഡ് ലൈനിൻ്റെ മുകളിൽ കൂടി മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ, ഓരോ പോയിന്റ് മാത്രമായിട്ടേ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് രണ്ടും എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിടാം. ഇൻ കേസ് ഓൺ ആണെങ്കിൽ മാത്രം ഓഫ് ചെയ്തിടാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഓൺ ആക്കിയെടുത്ത് റഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്.
നമ്മൾ എന്തെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ സ്കെച്ചിന് സപ്പോർട്ട് ചെയ്യാനുള്ള റെഫറൻസുകൾ എടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്ത ടൂളാണ് കൺസ്ട്രക്ഷൻ ഓർ സ്റ്റാൻഡേർഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇതും ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ ഞാൻ പറയും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം ഇത് 3 ഓൺ ചെയ്യരുത്. ലാസ്റ്റത്തെ 2 ടൂള്, അതായത് ജോമെട്രിക്കൽ കൺസ്ട്രെയിനും ഡയമെൻഷണൽ കൺസ്ട്രെയിനും മസ്റ്റ് ആയിട്ട് ഓൺ ആക്കിയിരിക്കണം. ഇത് ഓഫ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്, 100% നിങ്ങളുടെ ഡിസൈൻ മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ഇത് ഓൺ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ അഥവാ അങ്ങനെ മറന്നു പോകും, ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓഫായി പോവുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് ഇത് രണ്ടും ഓൺ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ ഓറഞ്ച് കളർ ഹൈലൈറ്റിംഗ് ആണ്. ഈ ഓറഞ്ച് കളർ ഓഫായി നിൽക്കരുത്, ഇത് ഓണായി നിൽക്കണം. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് ഓപ്ഷൻ? സ്കെച്ച് ടൂളിൽ ജോമെട്രിക്കൽ കൺസ്ട്രെയിനും ഡയമെൻഷണൽ കൺസ്ട്രെയിനും. ഓക്കെ ആണോ? ഓക്കെ, അത് ഉറപ്പ് വരുത്തുക രണ്ടും ഓണാണ്. അതേപോലെ തന്നെ വിഷ്വലൈസേഷനിൽ 3 ഓപ്ഷൻ ഉണ്ട്, ലാസ്റ്റത്തെ 3 ഓപ്ഷൻ. അതിൽ ഒന്നാമത്തെ ലാസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടോ, ജോമെട്രിക്കൽ കൺസ്ട്രെയിന്, ഡയമെൻഷണൽ കൺസ്ട്രെയിൻസ്, തേർഡ് വൺ ഡയഗ്നോസ്റ്റിക്സ്. ഇത് 3ഉം ഓൺ ആയിരിക്കണം. ഇതും ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഡിസൈൻ മിസ്റ്റേക്ക് ആയിരിക്കും. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഇൻ കേസ് അഥവാ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. സിസ്റ്റം ഡീഫോൾട്ട് ഓൺ ആയിരിക്കും. ഇത് പല ആൾക്കാർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ്. ഇത് ഓഫ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യും. ഫുൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ കൺസ്ട്രെയിനും പ്രോപ്പർ ആയിരിക്കില്ല, ഡീറ്റെയിൽ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അവസാനം നോക്കുമ്പോൾ കൺസ്ട്രെയിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഓഫ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഇത് ഓൺ ചെയ്ത് വെക്കുക. ഇത് വിഷ്വലൈസേഷനാണ്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഡിസൈൻ ചെയ്യുമ്പോൾ കൺസ്ട്രെയിൻസും കാര്യങ്ങളും പ്രോപ്പർ ആണെന്ന് അറിയണമെങ്കിൽ ഇത് ഓൺ ചെയ്താൽ അറിയാൻ പറ്റും, അല്ലാതെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് 3ഉം ഓൺ ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? ജോമെട്രിക്കൽ കൺസ്ട്രെയിൻ, ഡയമെൻഷണൽ കൺസ്ട്രെയിൻ, ഡയഗ്നോസ്റ്റിക്സ്. സ്കെച്ച് ടൂൾസിൽ ജോമെട്രിക്കൽ കൺസ്ട്രെയിൻസും ഡയമെൻഷണൽ കൺസ്ട്രെയിൻസും. ഈ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനിൻ്റെ ആദ്യം നമ്മൾ ഷേപ്പ് ഫിക്സ് ചെയ്യും, രണ്ടാമത് അളവ് ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് സ്കെച്ചിന് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഷേപ്പ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രി ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ ജോമെട്രിക്കൽ കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർപെൻഡിക്കുലാരിറ്റി, പാരലൽ, ടാൻജൻ, കോയിൻസിഡൻസ്, സിമെട്രി, അങ്ങനത്തെ കുറേ റിലേഷൻസ് ഉണ്ടല്ലോ ഡിസൈനായിട്ട് ബന്ധപ്പെട്ട. അതൊക്കെയാണ് ഈ പറയുന്ന ജോമെട്രിക്കൽ കൺസ്ട്രെയിൻസിൽ വരിക. രണ്ടാമത്തെ ഡയമെൻഷണൽ കൺസ്ട്രെയിൻസ് അളവുകളാണ്. ഒരു റെഫറൻസിലേക്കുള്ള ഡിസ്റ്റൻസ് ചിലപ്പോൾ ഒരു ലീനിയർ ഡിസ്റ്റൻസ് ആയിരിക്കാം, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ലെങ്ത് ആണെങ്കിൽ ഒരു അലൈൻഡ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് അടുത്ത ഒബ്ജക്റ്റിലേക്കുള്ള ആംഗിൾ ആയിരിക്കാം, റേഡിയസ് ആയിരിക്കാം, ഡയമീറ്റർ ആയിരിക്കാം. എന്ത് അളവ് ആയിക്കോട്ടെ, അതാണ് ഡയമെൻഷണൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ഞാൻ സ്കെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വ്യൂസിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട കറക്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും. ഇത് ഒരിക്കലും നിങ്ങളൊരു എന്താ പറയുക റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. അതായത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യണം മസ്റ്റായിട്ട്. യൂസ് ചെയ്യാണ്ടുണ്ടെങ്കിൽ അവിടെ കൺസ്ട്രെയിൻസ് ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞുതരും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ നോക്കിയത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ലേ? ഇത് ചില സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു പോകും. കണ്ടോ? ഇങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോർമൽ എന്ന് പറഞ്ഞിട്ട്, നോർമൽ വ്യൂ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നോർമൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? നോർമൽ വ്യൂ കേട്ടോ. ഇനി ഇത് എങ്ങനെ തല തിരിഞ്ഞു പോകുന്ന വെച്ചാൽ, നമ്മളെ മൗസിൻ്റെ വീലില്ല, മൗസിൻ്റെ വീലും നമ്മൾ മൗസിൻ്റെ റൈറ്റ് ബട്ടണും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ വ്യൂസും 3D 2D എല്ലാം എങ്ങനെ വേണമെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ? ഫുൾ 3D ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷന്. കണ്ടോ? കോമ്പസ് തിരിയുന്നുണ്ട്, എല്ലാ ഓറിയൻറ്റേഷനും വ്യൂവിനെ കാണാൻ പറ്റും. മൗസിൻ്റെ വീലും റൈറ്റ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക്. ക്ലിയർ ആണോ? മൗസിൻ്റെ വീലും ലെഫ്റ്റ് ക്ലിക്ക് ആണെങ്കിൽ നടക്കില്ല കേട്ടോ. മൗസിൻ്റെ വീലും റൈറ്റ് ക്ലിക്ക് ആണ്, നോട്ട് ചെയ്തൊക്കെ ഫോർ റൊട്ടേഷൻ. അതല്ലെങ്കിൽ ഈ കാണുന്നില്ലേ, ഇതാണ് റൊട്ടേറ്റ്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ലെഫ്റ്റ് ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുക. അതല്ലേ മൗസിൻ്റെ വീലും റൈറ്റ് ബട്ടണാണ് ഒരുമിച്ച് പ്രസ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ട് പറഞ്ഞത്? റൊട്ടേഷൻ ഒന്നും കൂടി ഞാൻ പറയാം, കറക്റ്റ് നോക്കിക്കോ. മൗസിൻ്റെ വീലും റൈറ്റ് ബട്ടണും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ റൊട്ടേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതാണ് റൊട്ടേറ്റ് ടൂള്.
റൊട്ടേറ്റ് ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് സാധാരണ ലെഫ്റ്റ് ക്ലിക്ക് ഇല്ലേ, അത് പ്രസ് ചെയ്ത് തിരിച്ചാലും റൊട്ടേറ്റ് ആവും. രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? അത് നോർമലിൽ കൊടുക്കണേ, നോർമൽ വ്യൂ. ഇതാണ് നോർമൽ വ്യൂ. മൗസ് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും പേര് കാണിച്ചു തരും. നെയിം, നോർമൽ വ്യൂ ഇവിടെ വെച്ച് കാണാം. റൊട്ടേറ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ക്ലിയർ ആണോ? റൊട്ടേറ്റ് മനസ്സിലായി. റൊട്ടേറ്റ് ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് വേണ്ട സൂം ഇന്നും സൂം ഔട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് വരച്ച് കാണിച്ചു തരാം. ഒരു സർക്കിൾ എടുത്ത് ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ വരച്ച് കാണിച്ചു. ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഇതെങ്ങനെ സൂം ഇന്നും സൂം ഔട്ടും കൊടുക്കുക പറഞ്ഞാൽ നമ്മളെ മൗസിൻ്റെ വീലില്ലേ അതൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. അപ്പം നമുക്കറിയാം ഇത് റൊട്ടേഷനാണ് ഇവിടെ സംഭവിക്കുക നമുക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് അങ്ങ് വിട്ടേക്കുക. അപ്പം മൗസിൻ്റെ വീല് മാത്രമേ പ്രസ്സിങ്ങിൽ ഉണ്ടാവുള്ളൂ. എന്നിട്ട് മൗസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ സൂം ഇന്നും സൂം ഔട്ടായിട്ട് വർക്ക് ചെയ്യുക. കണ്ടോ? മൗസിൻ്റെ വീലും റൈറ്റ് ക്ലിക്കും ഒരുമിച്ച് പ്രസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് വിട്ടേക്കുക, മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നും ഔട്ടും നീക്കിയാൽ മതി. കണ്ടോ? ഇത് സൂം ഇന്നും സൂം ഔട്ടും ആണ്. ക്ലിയർ അല്ലേ? റൊട്ടേഷൻ, സൂം ഇന്ന്, സൂം ഔട്ട്, റൊട്ടേഷൻ, സൂം ഇന്ന്, സൂം ഔട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ റൂമിനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പാൻ ചെയ്യാന്നാ പറയാം. പാൻ, PAN. അതിനകത്ത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മൗസിൻ്റെ വീല് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, വേറെ ഒന്നും പ്രസ് ചെയ്യരുത്. മൗസിൻ്റെ വീല് മാത്രം പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ നീക്കി വെക്കാം. കണ്ടോ? ഏത് പൊസിഷനിലാണ് വേണ്ടത് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ നീക്കി കറക്റ്റ് പൊസിഷനിലേക്ക് മാറ്റി വെക്കുക. അതല്ലെങ്കിൽ ഇതാണ് പാൻ എന്നാണ് ഓപ്ഷൻ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ബട്ടൺ വെച്ചിട്ട് ലെഫ്റ്റ് ക്ലിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുക. ഇത് ഓൺ ആയിരിക്കണം. ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി വെക്കുക. സൂം ഇൻ ഇത്, സൂം ഔട്ട് ഇത്. കണ്ടോ? സൂം ഇന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ ആവും. അതുപോലെ സൂം ഔട്ട് ഇവിടെ ഇങ്ങനെ. അതുപോലെ നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ ഇങ്ങനെ മാറി കിടക്കുകയാണെങ്കിൽ കറക്റ്റ് ഫിറ്റ് പൊസിഷനിലേക്ക് കിട്ടണമെങ്കിൽ ഇതാണ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഫിറ്റ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ റൊട്ടേഷൻ പറഞ്ഞു, പാൻ പറഞ്ഞു, സൂം ഇന്നും സൂം ഔട്ടും പറഞ്ഞു, ഫിറ്റ് പറഞ്ഞു, നോർമൽ വ്യൂവും പറഞ്ഞു. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ 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 ഹേമന്ത് എല്ലാവരും ഓക്കെ അല്ലേ? അതെ ഓക്കെ. ഓക്കെ ഓക്കെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നമ്മളെ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ പഠിക്കുന്ന ഒരു മെത്തേഡല്ല കാറ്റിയ എന്ന് പറഞ്ഞാൽ. കാറ്റിയയിൽ ഞാൻ പറയാം എല്ലാത്തിനും സെപ്പറേറ്റ് ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ടൂൾ ബാർ കണ്ട് കണ്ട് മടുത്തു, അത്രയ്ക്കും ടൂൾ ബാർ ഉണ്ട്. അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യേണ്ട ടൂൾ ബാറുകൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ടൂൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ മൈൻഡിലേക്ക് സെറ്റ് ആക്കി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റ് വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ പോലത്തെ ഒരു യൂസർ ഫ്രണ്ട്ലി ഒരു ഇൻ്റർഫേസ് അല്ല കാറ്റിയക്കുള്ളത്. പക്ഷേ കാറ്റിയ പഠിച്ച ആൾക്കാർക്ക് ഭയങ്കര വാല്യൂ ഉണ്ട്. അത് നിങ്ങൾ ചുമ്മാ ഗൂഗിൾ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ അത്രയും നല്ലത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളേ, കാരണം അത്ര ആൾക്കാരെ കണ്ടതിനെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ ആയി. ഇനി അടുത്ത കേസ് എന്താ വെച്ചാൽ നമുക്കിതിന് വ്യൂസ് കറക്റ്റ് ആണോ നോക്കണം. നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ വ്യൂസ് ഇല്ലേ, ആ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നോക്കുക. ഇത് കണ്ടോ? ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വ്യൂസ്. ഓരോ ബോക്സിൻ്റെ മുകളിൽ നിങ്ങൾ മൗസ് വെച്ചാൽ കാണാം ഐസോമെട്രിക് വ്യൂ, ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്. കണ്ട എല്ലാ വ്യൂസും ഉണ്ട്. എല്ലാ വ്യൂസിലും നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്ക് ടോപ്പ് വ്യൂ ആണ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ടോപ്പ് വ്യൂവിൻ്റെ മുകളിൽ മൗസ് വെക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ടോപ്പിലേക്കാവും. കണ്ടോ? ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈഡ് വ്യൂ ആണ് വേണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിലേക്ക് മാറും. സൈഡ് ഫ്രണ്ട് ആണ് ഫ്രണ്ട് കൊടുക്കുക, ഐസോമെട്രിക് ആണ് ഐസോമെട്രിക് കൊടുക്കുക. കണ്ടോ? ഇതാണ് വ്യൂ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇവിടെ ബോക്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇവിടെ വരുന്ന ഷെയ്ഡിങ് ആണ്. ഈ ഷെയ്ഡിങ് ചെയ്യണമെങ്കിൽ 3D മോഡൽ ആക്കണം. ഓക്കെ, ഞാൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണിച്ചിടും. ഷെയ്ഡിങ് ആണ്, 3D മോഡൽ യൂസ് ചെയ്യാനുള്ളതാണ്. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്കെച്ചിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ അതിനെ നോർമൽ വ്യൂവിൽ ഇട്ടു, സാധാ നോർമൽ വ്യൂവിൽ ഇട്ടു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പ്രൊഫൈൽ ടൂളാണ്, വരയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സർക്കിളൊക്കെ നിങ്ങൾ സാധാരണ എല്ലാ സോഫ്റ്റ്വെയറിലും കാണുന്ന പോലെ തന്നെയാണ്. ഈ സർക്കിൾ ഉണ്ട്, ഈ ഏറോ കാണുന്നൊക്കെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ടാവും. എല്ലാത്തിനും കണ്ടോ എക്സ്ട്രാ ടൂൾസുകൾ ഇങ്ങനെ കിടക്കും. കണ്ടോ? ഈ ഏറോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഉള്ളതിനൊക്കെ അഡീഷണൽ ടൂൾസ് ഉണ്ട്. അതൊക്കെ സിമ്പിൾ ടൂൾസ് ആണ്. അതിൽ ഫസ്റ്റത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടൂളാണ്. അതായത് ഓട്ടോകാഡ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. പോളിലൈൻ എന്ന് പറഞ്ഞ ടൂൾ, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ജോയിൻറ്റ് ലൈൻ ആയിരിക്കും അത്. അപ്പോൾ പ്രൊഫൈൽ എടുത്തിട്ട് നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരച്ച് പോകാം. ഈ ബ്ലൂ കളർ കണ്ടോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ബ്ലൂ പോലെ, അതിനർത്ഥം എന്ന് വെച്ചാൽ ലൈൻ സ്ട്രെയിറ്റ് ആണെന്നുള്ള.
കണ്ടോ കറക്റ്റ് സ്ട്രെയിറ്റ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇൻ കേസ് ചെരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ വൈറ്റ് കളറാണ് ഉണ്ടാവും. അത് ആംഗിളിൽ പോകുന്ന ലൈനാണ് വൈറ്റിലേക്ക് കാണിക്കുക. റെഫറൻസ് കേട്ടോ, വരച്ച് കഴിഞ്ഞ ശേഷമല്ല പറഞ്ഞത്, റെഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് വെക്കണേ കണ്ടോ കറക്റ്റ് ബ്ലൂവിലാണ് വരിക. കണ്ടോ ഫിനിഷ് ചെയ്യുക, എസ്കേപ്പ് അടിച്ച് ക്ലോസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. നോക്കിയേ എസ്കേപ്പ് അടിച്ച ഫുൾ ക്യാൻസൽ. ഇനി നിങ്ങൾ നോക്കിയാൽ ഇതൊരു പ്രൊഫൈൽ ടൂൾ യൂസ് ചെയ്ത് വരച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ എന്താ ഇതിനെന്താണ് ഇതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊന്നും ഫിക്സ് അല്ല. നിങ്ങളിപ്പോൾ ഒരു പോയിന്റ് അടിച്ച് ഇങ്ങനെ നീക്കി നോക്കിയുണ്ടോ ഷേപ്പൊക്കെ സൈസൊക്കെ മാറിപ്പോകും. കണ്ടോ ഇതൊക്കെ മൂവ്മെൻ്റ് ഉണ്ട്. ഈ മൂവ്മെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ ഇതുണ്ട് ഒക്കെ ഷേപ്പ് ഒന്നും പ്രോപ്പർ അല്ല, നമ്മൾ വരച്ച പോലെ ഒന്നും അല്ല ഉള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് അറസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഒരു പ്രൊഫൈൽ വെച്ചിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്, സാധാരണ ലൈൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പോകുക. ഇതാണ് നമ്മളെ കൺസ്ട്രെയിൻ. ഓക്കെ ഇതിൽ ഏത് ടൂളും ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ഒരു ഓറഞ്ച് കളർ വരും. എറ്റ് എ ടൈമിൽ ഒരു തവണ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്കേപ്പ് അടിച്ചത് ക്യാൻസൽ ചെയ്താൽ ഫിനിഷ് ആയതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏതെങ്കിലും ടൂള് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ്ലി യൂസ് ആയിരിക്കും. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ടൂൾ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഷിഫ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു എളുപ്പപ്പടി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ സർക്കിളാണ് കണ്ടിന്യൂസ്ലി വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വെക്കുക, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര സർക്കിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചുകൊണ്ടിരിക്കുക. കണ്ടോ ക്ലിയർ ആണോ? ആവശ്യം കഴിഞ്ഞാൽ എസ്കേപ്പ് അടിച്ച് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് പറഞ്ഞേ? ഓക്കെ 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 അപ്പം ഞാൻ എന്താ വെച്ചാൽ അളവ് കൊടുക്കാൻ പോവാം. കൺസ്ട്രെയിൻസ് ആണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്ത് എന്താണ് സംഭവിക്കുക, കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കൺസ്ട്രെയിൻ എടുത്തിട്ട് ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ അളവ് കാണിക്കും. അപ്പം നമ്മൾ ഇത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇപ്പം ഒരു അളവ് കൊടുത്തിരിക്കുക. ഇപ്പോൾ 20 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 20 ആയി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക. ഇത് ഗ്രീൻ കളറിലാട്ടോ കൺസ്ട്രെയിൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു 15 കൊടുത്തു. എനിക്ക് ഇത് തമ്മിലുള്ള ആംഗിൾ വേണം. ഇത് ക്ലിക്ക് ചെയ്യുക, ഈ ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ ഓവർ കൺസ്ട്രെയിൻ ആണ്. അപ്പം എന്ത് ചെയ്യുക, ഇത് വിടാണ്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തമ്മിലുള്ള ആംഗിളായി. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 135 ഡിഗ്രിയാണ്. ഓക്കെ ഇനി എന്താ വേണമെന്ന് വെച്ചാൽ ഈ ലൈൻ സ്ട്രെയിറ്റ് അല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു ടിൽറ്റ് പോലെ കണ്ടോ നിങ്ങളിവിടെ. അത് ലൈൻ സ്ട്രെയിറ്റ് അല്ല എന്നുള്ള മീനിങ് അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എസ്കേപ്പ് അടിച്ച് ടൂൾ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഇതിന് അളവ് കൊടുത്തിട്ട് കാര്യമില്ല. ആദ്യം നമുക്ക് എന്തിനും വെർട്ടിക്കൽ ആക്കണം. അതായത് ജോമെട്രിക്കൽ ഇത് ഷേപ്പ് ഫിക്സഡ് അല്ല. ഇവിടെ നോക്കിയ ഇവിടെ കണ്ടോ വെർട്ടിക്കൽ വി എന്ന് കണ്ടില്ലേ, ഇവിടെ വി ഇല്ല, ഇവിടെ ഹൊറിസോണ്ടൽ ഉണ്ട്, ഇവിടെ ഹൊറിസോണ്ടൽ ഇല്ല. മനസ്സിലായോ? ഇതൊന്നും ഷേപ്പ് ഇല്ലാത്ത സ്കെച്ചാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിനെ ഷേപ്പിലേക്ക് മാറ്റുക. അപ്പം ഇത് ക്ലിക്ക് ചെയ്യുക, ലൈൻ ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾ കണ്ടോ കൺസ്ട്രെയിൻ്റെ പുറത്തൊരു ടൂൾ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നില്ല. ഇത് ഓൺ ചെയ്താൽ ഹൈലൈറ്റ് ആവും. കണ്ടോ ഇതിന് പറയുന്നത് കൺസ്ട്രെയിൻസ് ഡിഫൈൻഡ് ഇൻ ഡയലോഗ് ബോക്സ് എന്നാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം ആ പേര്, കൺസ്ട്രെയിൻസ് ഡിഫൈൻഡ് ഇൻ ഡയലോഗ് ബോക്സ്. അതായത് നമ്മൾ ജിയോമെട്രിക്ക് റിലേഷൻ കൊടുക്കുന്ന മൊത്തം ഇവിടുന്നാണ് കൺസ്ട്രെയിൻസ് ഡിഫൈൻഡ് ഇൻ ഡയലോഗ് ബോക്സ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റിലേഷൻസ്. അപ്പം നമ്മൾ ആവശ്യം എന്താ, ഇതിനാകെ ഒരു റിലേഷൻ കൊടുക്കാൻ, ഒന്നെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ ചെയ്യുക, അല്ലെങ്കിൽ ലെങ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുക, കറണ്ട് ഡിസൈനിൽ ഫിക്സ് ചെയ്യുക, അതല്ല ഇതിന് വെർട്ടിക്കൽ ആക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആവശ്യം വെർട്ടിക്കൽ ആക്കുക എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആവും. ഓക്കെ അടിക്കുക. അപ്പോൾ റിലേഷൻ അളന്നു. ഇനി ഇതിന് അളവ് കൊടുക്കുകയാണ്. ഇതിന് അളവ് ഞാൻ കൊടുക്കുന്നത് ഒരു 10 mm. ഓക്കെ അല്ലേ? ഇനി എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ടോട്ടൽ കൊടുക്കണം. അപ്പോൾ കൺസ്ട്രെയിൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഈ ഫേസ് സെലക്ട് ചെയ്തു, ഇത് വിടാണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഓവർ കൺസ്ട്രെയിൻ, ഈ കളറെ കാണുന്ന ഓവർ കൺസ്ട്രെയിൻ കേട്ടോ. ഈ പോയിന്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് വെച്ചു, എന്നിട്ട് ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് 35 എന്ന് കൊടുത്തു. അപ്പോൾ ഹൈറ്റ് ഏകദേശം കറക്റ്റായി. ഇനി ഞാൻ കൊടുക്കുന്നത് എനിക്ക് ഈ ലൈൻ്റെ സ്ട്രെയിറ്റ് അളവ് കിട്ടണേ മൗസ് റൈറ്റ് ഇവിടെ കണ്ടോ, നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെയല്ലേ വരുന്നത്, അലൈൻഡ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൺസ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് ഇതൊരു മിനിറ്റ്, അത് ചേഞ്ച് ആയി 35 കൊടുത്തു. ഓക്കെ കൺസ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ എഡ്ജ് ക്ലിക്ക് ചെയ്യുക. നോക്കിയേ ഇത് കണ്ടോ, ഇപ്പോൾ സ്ട്രെയിറ്റ് ഹോറിസോണ്ടൽ അല്ല വന്നിരിക്കുന്നത്. ഇതൊരു മെത്തേഡ്. ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 20 അടിച്ചാൽ ഇത് ഈ പോയിന്റ് മുതൽ ഈ ലൈൻ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസാണ്. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെയല്ലേ വരുന്നത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ കൊടുക്കാം, വെർട്ടിക്കൽ കൊടുക്കാം. റഫറൻസ് മെഷർമെൻ്റ് ആട്ടോ പറയുന്നത്. അപ്പം എൻ്റെ ആവശ്യം എന്താ, ഇതിന് ഹൊറിസോണ്ടൽ കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഹൊറിസോണ്ടൽ ക്ലിക്ക് ചെയ്താൽ ആ ഡയമെൻഷൻ ഹൊറിസോണ്ടലിലേക്ക് മാറും. നോക്കിയേ ഇതും ഞാനൊരു 20 കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ആംഗിളാണ്. അപ്പം ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, ഇതും ക്ലിക്ക് ചെയ്തു, ഇത് തമ്മിൽ ഞാൻ കൊടുക്കുന്നത് 135 ഡിഗ്രി. അപ്പോൾ ഇതും കറക്റ്റായി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ഇവിടേക്ക് വന്നു, ഇതിൻ്റെ അളവ് കൊടുക്കുകയാണ് 15 കൊടുത്തു. അടുത്തത് ഇവിടെ കൊടുത്തു 10, ഈ അളവ് കൊടുത്തു. ഓരോ അളവായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് 15. ദെൻ
ഈ സ്റ്റെപ്പിൻ്റെ ഒരു അളവ് കൊടുക്കും. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഇത് പവർ കൺസ്ട്രെയിൻ ആയതാ. ഓൾറെഡി ഈ ഡയമെൻഷൻ ഇവിടെ കൊടുത്തതിനെ കൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് അടിച്ച് ഒഴിവാക്കുക. ഓക്കെ, ഇനി ഈ അളവ് കൊടുക്കുക. കൺസ്ട്രെയിൻ പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് എടുത്താൽ മതി കേട്ടോ. ഈ അളവ് കൂടി കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്നത് 3 mm. ഓക്കെ അല്ലേ? ഇപ്പം ഏകദേശം അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഇത് ഫുള്ളി ഡിഫൈൻഡ് അല്ല. അപ്പം നമ്മൾ എങ്ങനെ ഇത് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ട്രാഫിക് സിഗ്നൽ പറയുന്ന സംഭവം. ഇതിന് പറയുന്ന സ്കെച്ച് സോൾവിങ് സ്റ്റാറ്റസ് എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെക്കണേ, കൺസ്ട്രെയിൻ ചെക്ക് ചെയ്യാനുള്ള ടൂളാണ് സ്കെച്ച് സോൾവിങ് സ്റ്റാറ്റസ്. ഇത് ഓൺ ചെയ്താൽ ഇതിൽ കണ്ടോ അണ്ടർ കൺസ്ട്രെയിൻ എന്നാണ്. ഈ അണ്ടർ കൺസ്ട്രെയിൻ മാറിയിട്ട് ഇതിനെ ഫുള്ളി കൺസ്ട്രെയിൻ ആക്കുകയാണ് നമ്മൾ ആവശ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അണ്ടർ കൺസ്ട്രെയിൻ ആണല്ലേ. ഇപ്പോൾ റിലേഷൻ കൊടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും, അതായത് എക്സും വൈ ആണിത്. അപ്പം ഞാൻ ഈ ലൈൻ സെലക്ട് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ റെഫറൻസ് കൊടുത്തിട്ട് ഇത് രണ്ടും ഒരേ അലൈൻമെന്റിലേക്ക് കൊടുക്കണം. അപ്പം എന്ത് ചെയ്യുക, കൺസ്ട്രെയിൻ ഡിഫൈൻ ഡയലോഗ് ബോക്സിൽ വെക്കുന്നു. ഇത് രണ്ടും കൂടി ഒരേ അലൈൻമെന്റിലാക്കണം. എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി ടച്ച് ചെയ്താൽ മതി, കോയിൻസിഡൻസ് കൊടുത്താൽ മതി. കോയിൻസിഡൻസ് അടിച്ചു കണ്ടോ, അപ്പോൾ ഇത് ഒരു ലെവലിലേക്ക് മാറി കണ്ടോ. ഓക്കെ അടിച്ചു. അടുത്ത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതും ഈ റെഫറൻസും ഞാൻ എന്ത് ചെയ്തു, കോയിൻസിഡൻസ് അടിച്ചു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ? മറ്റേ ആള് ലെഫ്റ്റ് ആയോ? അല്ലല്ലേ, ഓക്കെ ഓക്കെ. ആര് ലെഫ്റ്റ് ആയത്? ഇല്ല, ലീവായ മാതിരി കാണിച്ചു നേരത്തെ. കാണുന്നുണ്ടല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കണ്ടോ അത് എല്ലാം ഗ്രീൻ കളറിലേക്ക് മാറിയത്, വൈറ്റ് ഉള്ളത് ഫുള്ളി ഗ്രീൻ ആയി. ഇനി നോക്കിയേ, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഐസോ കൺസ്ട്രെയിൻ, ഇതൊരു ഫുള്ളി ഡിഫൈൻഡ് ആയ സ്കെച്ചാണ്. ഇതാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത് സോൾവ് ബക്സ് ആണെങ്കിലും ഇതേ ഒരു മെത്തേഡാണ്, പക്ഷേ കുറച്ചുകൂടി സിമ്പിളാണ്. ഇതിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി ഇതിനകത്തേക്ക് വേറൊരു സ്കെച്ച് വരികയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു സർക്കിൾ എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. കണ്ടോ ഒന്ന് റിലേഷൻ വരുന്നുണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഓറഞ്ച് ഹൈലൈറ്റ് ആവുന്നുണ്ടോ. ഇങ്ങനത്തെ റെഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സ് ആവുന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒരു റെഫറൻസ് വേണമെങ്കിൽ ചുമ്മാ ഒരു റിലേഷൻ ഇല്ലാത്ത രീതിയിൽ വെറുതെ ഒരു ഒറ്റ ഓറഞ്ച് കളർ പോലും കാണരുത്, ആ രീതിയിൽ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഇത് കണ്ടോ, നോക്കണേ, വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഇതിനൊരു ഓറഞ്ച് കളർ ഹൈലൈറ്റ് അല്ല. അപ്പം ഞാൻ ജസ്റ്റ് വെച്ചു, നോർമലിലേക്ക് ഇട്ടു, തല തിരിഞ്ഞിട്ട് ജസ്റ്റ് നോർമലാക്കി. ഇനി എന്ത് ചെയ്ത്, ഇത് വലിച്ച് നീട്ടിയാലും ഡയമീറ്റർ എന്താ പറയുക ഫിക്സർ അല്ല, റിലേഷനും ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അളവ് കൊടുക്കണം. ചെക്ക് ചെയ്ത് നോക്കുക, എന്താ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുക അണ്ടർ ഡിഫൈൻ. ഈ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, സ്കെച്ച് അനാലിസിസ്, ഒരു ലെൻസിൻ്റെ സിമ്പിൾ കണ്ടില്ലേ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും നമ്മൾ എന്തൊക്കെ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്, ഇതിൽ ഏതൊക്കെയാണ് കൺസ്ട്രെയിൻ. ഇവിടെ സ്ക്രോൾ ചെയ്ത് കാണാം, ഒരു സർക്കിൾ ഉണ്ട്, അതിനൊരു പോയിന്റ്, ഇത് രണ്ടും അണ്ടർ കൺസ്ട്രെയിൻ ആണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും, ഒരു ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്യും. കൺസ്ട്രെയിൻ അല്ലാത്ത ഡ്രോയിങ് എന്താണത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം എന്താണ്, ഐസോ കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ഡയമീറ്റർ ഫിക്സർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രെയിനിൽ പോവുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡയമീറ്റർ കൊടുക്കുക. റേഡിയസ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് റേഡിയസ് കൊടുക്കുക, ഡയമീറ്റർ ആണെങ്കിൽ ഇവിടെ ഡയമീറ്റർ അടിക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് 10 mm ഡയമീറ്റർ, 10 കൊടുത്തു, ഓക്കെ അടിച്ചു. അപ്പോൾ ഡയമീറ്റർ അത് അളവിൽ ഫിക്സ് ആയി. ഇനി ഡയമീറ്റർ കൂടുകയോ കുറയുമല്ലോ, പക്ഷെ പൊസിഷൻ ഫിക്സർ അല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നോർമലി കിട്ട് വ്യൂ, കൺസ്ട്രെയിനിൽ ഈ റെഫറൻസ് നിന്ന് ഈ സെൻറ്റർ വരെ ഞാനൊരു അളവ് കൊടുക്കുകയാണ്, 25. ഒന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ്റെ ഒരേ റെഫറൻസിലേക്കണം. കൺസ്ട്രെയിനിൽ പോവുക, ആദ്യം കൺട്രോൾ പ്രസ് ചെയ്യണം കേട്ടോ. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ സെൻറ്ററും ഈ ലൈനും സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വരുമ്പോൾ എപ്പോഴും കൺട്രോൾ പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കോയിൻസിഡൻസ് അടിക്കുക. നോക്കിയാൽ ഇപ്പോൾ ഇത് രണ്ടും ഒരേ ലെവലിലേക്ക് മാറി. ഇനി ചെക്ക് ചെയ്യുക, ഫുള്ളി കൺസ്ട്രെയിൻ ആണോ എന്ന് നോക്കുക. നോക്കിയാൽ ഐസോ കൺസ്ട്രെയിൻ. ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ടോ? അപ്പം ഞാൻ ജസ്റ്റ് ഒരു ബേസ് പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്കെച്ച് വരച്ചു, സ്കെച്ചിൻ്റെ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് ഫുള്ളി കൺസ്ട്രെയിൻ ആക്കിയ സ്കെച്ച് അതിന് ഔട്ട് ചെയ്യുക. ഔട്ട് ചെയ്യുക എങ്ങനെയാ, എക്സിറ്റ് വർക്ക് ബെഞ്ച്, ഇതാണ് എക്സിറ്റ് വർക്ക് ബെഞ്ച്. ഈ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്കെച്ചിൻ്റെ ഇത് ഔട്ട് ആവും. ഇനി എന്ത് ചെയ്യും, പാർട്ട് മോഡലിലേക്കാണ് പോവുക. ഈ പാർട്ട് മോഡലിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇത് നമ്മളെ മോഡൽ ട്രീ ആയി കാണുന്നത്. ഇതിനുള്ളിൽ എക്സ്പാൻഡ് ചെയ്ത ഇതാണ് സ്കെച്ച്. ഈ സ്കെച്ച് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു മെറ്റീരിയൽ ലോഡ് ചെയ്യും. കണ്ടോ, ലോഡ് ചെയ്തിട്ട് ആ ലോഡ് ചെയ്യുന്ന തിക്നെസ്സും കാര്യങ്ങളും കൊടുത്ത് ഓക്കെ അടിച്ചാൽ അതൊരു 3D ബോഡി ആയിട്ട് മാറും. കണ്ടോ, ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഏത് 3D സോഫ്റ്റ്വെയർ ആണെങ്കിലും സോൾവക്സോ കാറ്റിയോ ക്രിയോ ഏത് 3D ആയിക്കോട്ടെ, നിങ്ങളവിടെ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് 2D സ്കെച്ചാണ്. ഇതിന് 2D സ്കെച്ച് കറക്റ്റ് ആണെങ്കിൽ അതിന് 3D മോഡൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, 3D എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സ്കെച്ച് വരയ്ക്കുന്നതിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.
സ്കെച്ച് ടൂൾസ് കംപ്ലീറ്റ് നമുക്ക് കൺസ്ട്രെയിൻ ചെയ്ത് തന്നെ പഠിക്കണം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടൂൾ ബാറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ജസ്റ്റ് 1-2 ചെറിയ സ്കെച്ച്, ഇപ്പം പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടും സർക്കിൾ യൂസ് ചെയ്ത് 1-2 സ്കെച്ച് വരയ്ക്കുക. ഇതിൻ്റെ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്ത് ഫുള്ളി ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേറെ ഒന്നും നിങ്ങളിന്ന് വർക്ക് ചെയ്യണ്ട. ഇത്രയും മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോ പോലെ നോക്കിയാൽ മതി. നാളെ ഞാൻ ജസ്റ്റ് കുറച്ച് ടൂൾസും കൂടി പഠിപ്പിക്കും, അതുപോലെ തന്നെ ജസ്റ്റ് സ്കെച്ചിൻ്റെ കൺസ്ട്രെയിൻ വരുന്ന പ്രാക്ടീസും കൂടി തരും. അങ്ങനെ നമുക്ക് 1-2 ദിവസം ജസ്റ്റ് ഇത് തന്നെ പാസ് ചെയ്യണം, കൺസ്ട്രെയിൻ തന്നെ നോക്കണം. 3-ാം ദിവസം നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്കെച്ചിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇന്ത്യക്കകത്തും പുറത്തും പല കമ്പനീസും ഇത് ഫോളോ ചെയ്യുന്നത്. എയറോസ്പേസ് ഇൻഡസ്ട്രീസിലും ടൂൾ ഡിസൈനിലും ജിക്സ് ആൻഡ് ഫിക്സഡ് അങ്ങനത്തെ മെഷീൻ ഡ്രോയിങ് അത് ഇത് എല്ലാത്തിലും കാറ്റിയെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റ് പല ഇൻഡസ്ട്രിയിൽ പല രീതിയിൽ യൂസ് ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സോഫ്റ്റ്വെയർ അത്. അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നല്ല നീറ്റായിട്ട് തന്നെ പഠിച്ചു കൊണ്ടുപോകാം. കാരണം ഇത് അറിയുന്ന കുറേ ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടും. അത് അത്രയും വാല്യൂ ഉള്ള സോഫ്റ്റ്വെയർ അത് കാറ്റിയ എന്ന് പറഞ്ഞുള്ളത്. സോളിബക്സ്, കാറ്റിയ, ക്രിയോ, NX ഇതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. പിന്നെ അഡീഷണലി വരുന്നതാണ് ഈ ഇൻവെൻട്രി, ഫ്യൂഷൻ 360 എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഫോക്കസ് ചെയ്യുന്ന കമ്പനി ഫോക്കസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ലേൺ ചെയ്യുക, അതിൻ്റെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്ര ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഒരു ടിപ്പായിട്ട് പറയാം. നിങ്ങൾ ഏത് 3D സോഫ്റ്റ്വെയർ പഠിച്ചാലും 100% ഓട്ടോകാഡിലെ മാസ്റ്റർ ആയിരിക്കണേ. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്താലും സപ്പോർട്ടിങ്ങിന് ഓട്ടോകാഡ് ഷുവറാണ്. ഏത് സോളിബക്സോ NXോ കാറ്റിയോ ക്രിയോ എന്തായിക്കോട്ടെ, ഓട്ടോകാഡ് വർക്ക്, ഓട്ടോകാഡ് ഡിസൈൻ ഷുവർ ആയിട്ടുണ്ടാവും. അനുഭവത്തിൻ്റെ പുറത്താണ് പറയുന്നത്. ഓട്ടോകാഡ് നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണേ. ഒരു ഫ്രഷറിനെ അല്ലെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ആളെ കമ്പനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും ഓട്ടോകാഡ് വർക്ക് ഉണ്ടാവും. ഓക്കെ അല്ലേ? ആ ഓക്കെ, അപ്പം ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലായി? മേലെ ഓട്ടോ എന്നുള്ള ഒരു ടൂൾ ബാർ അല്ലേ? ടൂൾ ബാർ അല്ല, എന്താണത്? ഓട്ടോയോ? ഇതോ? ഗ്രാഫിക് പ്രോപ്പർട്ടീസ്, ലൈനും കാര്യങ്ങളും അതിന്റെ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് വന്നില്ലല്ലോ, അതിന്റെ പേരെന്താ? ഗ്രാഫിക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഗ്രാഫിക് പ്രോപ്പർട്ടീസ്. വന്നിട്ടുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതാണ് ഗ്രാഫിക് പ്രോപ്പർട്ടീസ്. ഇത് ഓഫ് ആയിരിക്കും. റൈറ്റ് ക്ലിക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ, എന്നിട്ട് ലോഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഓട്ടോകാഡിലെ മറ്റേ പ്രോപ്പർട്ടീസ് ടൂൾ ബാറില്ലേ, അതാണ് സംഭവം. നമ്മൾ ലൈനിന്റെ വെയിറ്റ് കൊടുക്കുക, ലൈൻ ടൈപ്പ് ചേഞ്ച് ചെയ്യുക, കളർ കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എവിടെ വരിക. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ 3D ബോഡി ഉണ്ടാക്കിയില്ലേ, ഈ 3D ബോഡീനെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഒരു കളർ ആണെങ്കിൽ കളർ കൊടുക്കുക. കണ്ടോ? ഇത്രേ ഉള്ളൂ. കണ്ടോ? അങ്ങനെ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞുതരും. ക്ലിയർ അല്ല? ടൂൾ ബാർ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ലോഡ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ടൂൾ ബാർ മിസ്സിങ് വരരുത്. അതുകൊണ്ട് ഞാൻ 1 by 1 ആയിട്ട് ഓരോ ടൂൾ ബാറിന്റെ പേര് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ടൂൾ ബാറൊക്കെ വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തും. ഒരു തവണ സെറ്റ് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാവും അവിടെ. അപ്പോൾ നിങ്ങൾക്ക് മിസ്സായാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ടൂൾ ബാർ നെയിമൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ലോഡ് ചെയ്ത് വെക്കണേ. മനസ്സിലാവുന്നുണ്ടല്ലേ ഞാൻ പറയുന്നല്ലേ? അഭിന ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ, ഓക്കെ ആണ്. ഓക്കെ, നമ്മനെ നാളെ ഈ സമയത്ത് തന്നെ കാണാം കേട്ടോ.